PM ശ്രീ പദ്ധതി പുനഃപരിശോധനാ കമ്മിറ്റി കണ്ണിൽ പൊടിയിടാണ്. പുനഃപരിശോധന നടന്നാലും ഇല്ല എങ്കിലും PM ശ്രീയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സംസ്ഥാനത്തിനാകില്ല. പിന്നെ എന്തിനൊരു പുനഃപരിശോധനാ സമിതിയും പഠനവുമെന്നുമാണ് വിമർശനം. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, നോക്കൂ, ഏകപക്ഷീയമായി സർക്കാരിന് ഈ പദ്ധതിയിൽ നിന്നും പിന്മാറാനാകില്ല. പിന്നെ എന്തിനാണ് ഈ നാടകം? അശ്വതി, ഈയൊരു പദ്ധതി കരാർ ഒപ്പുവെച്ചതിന് ശേഷം, അതായത് 7 ദിവസങ്ങൾക്ക് മുൻപ്, ഇന്നിപ്പോൾ 8ാമത്തെ ദിവസമാണ്, 8 ദിവസങ്ങൾക്ക് മുൻപ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കരാറിൽ നമ്മൾ ഒപ്പുവെച്ചു, ആരുടെയും പ്രതിഷേധങ്ങൾ കണക്കിലാക്കുന്നില്ല, ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല ഇതുമായി മുന്നോട്ട് പോകുന്നത്, ഒരു പാർട്ടിയും നമുക്ക് ഫണ്ട് തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ MOയിൽ ഏതെങ്കിലും കാലത്ത്, അതായത് ഇനി അങ്ങോട്ടുള്ള ഏതെങ്കിലും വർഷങ്ങളിൽ ഇതിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് നമ്മൾ തീരുമാനമെടുത്താലും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അത് കൂടിയാലോചനകൾക്ക് ശേഷം, അതായത് കരാറിൽ ഒപ്പുവെച്ച കേന്ദ്ര സർക്കാരും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും സംസ്ഥാന സർക്കാരും ഒരുമിച്ചെടുക്കേണ്ട തീരുമാനമാണ്. അങ്ങനെ ഒരുമിച്ചെടുത്താൽ മാത്രമേ അതിൽ നിന്ന് പിന്നോട്ട് പോകാവൂ എന്ന് തുടക്കത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതാണ്. പക്ഷേ ഇന്നിപ്പോൾ 7 ദിവസങ്ങൾക്ക് ശേഷം, ഈ കരാർ ഒപ്പിട്ടതിന് ശേഷം അതിൽ നിന്ന് CPIയുടെ പ്രതിഷേധം, മറ്റ് മതസാമുദായിക സംഘടനകളുടെയൊക്കെ പ്രതിഷേധം അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. ആ പിന്നോട്ട് പോകുമ്പോഴും ഒരു ചോദ്യം ഉയരുന്നത്, സംസ്ഥാന സർക്കാരിന് മാത്രമായി ഒറ്റയ്ക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത് 2 കൂട്ടരുടെയും സമ്മതത്തോടെയും അറിവോടെയുമാണ്. അപ്പോൾ ഒരാൾക്ക് മാത്രം അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. നിയമോപദേശം അടക്കം വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ആ പദ്ധതിയെപ്പറ്റി കൂടുതൽ പഠിക്കാൻ, വിശദമായി പഠിക്കാൻ ഒരു ഉപസമിതിയെ വെക്കുന്നത്. ആ ഉപസമിതിയുടെ അധ്യക്ഷൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. CPIയുടെ എതിർപ്പ് കണക്കിലെടുത്തുകൊണ്ട് തന്നെ CPIയിലെ 2 മന്ത്രിമാർ ഈ ഉപസമിതിയിൽ അംഗങ്ങളാണ്. അങ്ങനെ 7 അംഗ സമിതിയാണ് ഇത് പഠിക്കാൻ പോകുന്നത്. പഠിക്കുന്നത് എത്ര കാലത്തേക്കാണ് എന്നുള്ളത് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അതിനൊരു നിശ്ചിത കാലയളവ് വെച്ചിട്ടില്ല. അപ്പോൾ ആ കാലയളവ് വെക്കാത്ത സാഹചര്യത്തിൽ ഇതെന്തിനാണ് ഈ പ്രഹസനം എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. കാരണം 1500 കോടി രൂപ എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് സർക്കാരിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്ന ഫണ്ടാണ്. വിദ്യാർത്ഥികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, സ്കൂളുകളിലെ കരിക്കുലം ആക്ടിവിറ്റികൾ, ഒപ്പം തന്നെ ഓരോ സ്കൂളുകൾക്കും PM ശ്രീ സ്കൂളുകളായി മാറുമ്പോൾ നമുക്കറിയാം ഓരോ രീതിയിലുള്ള വികസനങ്ങളാണ് വരുന്നത്. മൂല്യനിർണ്ണയത്തിലും സമഗ്ര വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം വരികയാണ്. അപ്പോൾ ആ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനൊരു പ്രഹസനം, ആ പ്രഹസനത്തിന് പിന്നാലെ എന്തിനാണ് ഇത്തരത്തിലൊരു ഉപസമിതി എന്നൊരു ചോദ്യം കൂടിയാണ് ഉയരുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ ABP അടക്കമുള്ളവർ ശക്തമായ പ്രതിഷേധം നടത്തിയാണ് വിദ്യാഭ്യാസ വകുപ്പ് പിന്നീട് ഈ പദ്ധതി ഒപ്പുവെച്ചത്. അതേ വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ഇപ്പോൾ ഉത്തരമില്ലാതെ, നിലപാട് സ്വന്തമായി എടുക്കാതെ ഇത്തരത്തിൽ വ്യതിചലിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിന് കത്തയക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും. അപ്പോൾ ആ ഉപസമിതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും, അവരുടെ വിശദാംശങ്ങൾ കൂടി ശേഷമായിരിക്കും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമോ എന്ന തീരുമാനം എടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ ഒരു റിപ്പോർട്ടൊക്കെ ലഭിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാരിന് കത്ത് നൽകും. കേന്ദ്ര സർക്കാരിന് കത്ത് നൽകുമ്പോൾ സർക്കാർ ഇനി ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്കറിയാം, മുൻപ് ചില സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ശേഷം പിന്നോട്ട് പോയ സമീപനം സ്വീകരിച്ചിരുന്നു. അവർ അതിന് കൊടുക്കേണ്ട വന്ന വില വലുതാണ്. കാരണം വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാകുന്ന കാര്യമാണ്. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കിട്ടേണ്ട ഫണ്ടാണ്. അതടക്കം ഇല്ലാതാക്കുന്ന പ്രവണത, അത് അംഗീകരിക്കാനാകില്ല എന്നുള്ളൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ BJP അടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പദ്ധതി ഒപ്പുവെച്ചതിന് പിന്നാലെ 7 ദിവസങ്ങൾ, ഒരാഴ്ചയ്ക്കുള്ളിൽ 250 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാരിന് ലഭ്യമാക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. അതിനിടയിലാണ് അതിനെ കുളം കലക്കിക്കൊണ്ട് ഈ പദ്ധതിയിൽ നിന്നുള്ള കരാർ മരവിപ്പിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വിമർശനം ഒരു ഭാഗത്ത് തുടരുന്നു. ഒപ്പം തന്നെ ഉപസമിതിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നു. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടുമ്പോഴും എന്താണ് ഇനി അടുത്ത നീക്കം എന്നുള്ള കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനോ സംസ്ഥാന സർക്കാരിനോ ഒരു തീരുമാനമോ അല്ലെങ്കിൽ അതിലൊരു വ്യക്തതയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇനി കേന്ദ്ര സർക്കാരാണ് ഇതിൽ ഔദ്യോഗിക തീരുമാനം എടുക്കേണ്ടത്. എന്തായാലും അവരെടുക്കുന്ന തീരുമാനമായിരിക്കും ഈ MOയുമായി ബന്ധപ്പെട്ട് നിർണായകമാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്യാഭ്യാസ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഈ കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതുമാണ്. അശ്വതി. യെസ് ശാലിനി, അങ്ങനെ തന്നെയാണ് വിവരങ്ങൾ. PM ശ്രീ പദ്ധതി പുനഃപരിശോധനാ കമ്മിറ്റി കണ്ണിൽ പൊടിയിടാൻ എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്.